തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സഹപ്രവർത്തകനെതിരെ വകുപ്പുതല നടപടിയുമായി IB. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് IB കൊച്ചി യൂണിറ്റ് റിപ്പോർട്ട് കൈമാറി. അതേസമയം സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താനാകാതെ പോലീസ്. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി, ഇയാളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ചില വ്യാജരേഖകൾ ചമച്ചാണ് ഗർഭചിത്രം അടക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടല്ലോ പോലീസിന്. ദേവിക, IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത് ദിവസങ്ങൾ പിന്നിടുന്നു. ഏതാണ്ട് 2 ആഴ്ച പിന്നിടുകയാണ്. ഇത്രത്തോളം ദിവസമായിട്ടും ഇതുവരെ ഈ സുഗാന്തിനെ പിടികൂടാൻ പോലീസിനായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ IB കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് IB കൊച്ചി യൂണിറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ ഉണ്ടാകും. അതായത് സുഗാന്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. അതിനുശേഷം പ്രൊബേഷനിലായതുകൊണ്ട് തന്നെ പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് IB കടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് സുഗാന്തിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് ഇത്രയും ദിവസമായിട്ടും എവിടെയാണ് സുഗാന്ത് എന്ന് സംബന്ധിച്ച് യാതൊരു സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഗർഭചിത്രം അടക്കം ജൂലൈയിൽ ഈ IB ഉദ്യോഗസ്ഥ നടത്തിയിരുന്നു. അതിനായി സുഗാന്ത് വ്യാജരേഖകൾ തയ്യാറാക്കി, വ്യാജ ക്ഷണക്കത്തടക്കം തയ്യാറാക്കി നൽകിയിരുന്നു എന്നുള്ളൊരു വിവരം അത് പോലീസിന് ലഭിച്ചിരുന്നു. മാത്രമല്ല ഏതാണ്ട് 3.25 ലക്ഷം രൂപയാണ് ഈ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും സ്വന്തം അക്കൗണ്ടിലേക്ക് സുഗാന്ത് മാറ്റിയത്. ഇത്തരത്തിൽ സാമ്പത്തികമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. അതിനുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു. ലൈംഗികമായി ഉപയോഗിച്ചതിന് ശേഷം ഗർഭചിത്രം നടത്തി പിന്നീട് മരിക്കുന്നതിന് 2 ദിവസം മുൻപാണ് വീട്ടിൽ വിളിച്ച് യുവതിയുടെ അമ്മയോട് തനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല എന്നുള്ളൊരു വിവരം സുഗാന്ത് അറിയിക്കുന്നത്. ഇതേ തുടർന്നുണ്ടായ മനോവിഷമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഏതായാലും സാമ്പത്തിക തിരിമറി, ലൈംഗികാതിക്രമം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി വിവിധ വകുപ്പുകൾ ഈ സുഗാന്തിനെതിരെ പോലീസ് എടുത്തിട്ടുണ്ട്. ഏതായാലും IB മറ്റുള്ള തുടർ നടപടികളുമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. ഇതുമായുള്ള റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടാണ്. പക്ഷേ ഇത്രത്തോളം ദിവസം പിന്നിടുമ്പോഴും സുഗാന്ത് എവിടെയാണെന്ന് സംബന്ധിച്ച് പോലീസിന് യാതൊരു വിവരവുമില്ല. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്, അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളൊരു മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ദേവിക. ശരി.